ഗായ്സ്, അസ്സലാമലൈക്കും. ഇനി നമുക്കൊരു അവിയലിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. നല്ല അടിപൊളി സദ്യക്കൊക്കെ നല്ല ബെസ്റ്റ് സാധനം കേട്ടോ അവിയൽ. നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് മുരിങ്ങക്കായി, പയറ്, പച്ചക്കായ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് അതൊക്കെ ഇതാ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കട്ടോ. ഇനി അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ വെച്ചിട്ട് അവിടെയൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ചാലുള്ള ഇത് നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ ഉടഞ്ഞു പോവില്ല. വേവിച്ചെടുക്കുമ്പോൾ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ഒഴിക്കുന്നത്. വെള്ളം ചേർക്കൂല കേട്ടോ, തൈര് മാത്രം മതി. ഇനി നമുക്കിതൊരു ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം. ഇത് നല്ല വെന്ത് കിട്ടട്ടെ അതുവരെ. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് തേങ്ങ ചിരണ്ടിയതിട്ട് കൊടുക്കാം. അതിലേക്ക് 2 വെളുത്തുള്ളി, ചെറിയുള്ളി 2 എണ്ണം, പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ നല്ല അടിച്ച് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ വെജിറ്റബിൾസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല ഉടഞ്ഞു പോകാതെ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത തേങ്ങ അതുണ്ടല്ലോ, ആ പേസ്റ്റ് ചെയ്തെടുത്ത അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു കരിവേപ്പില 2 ഇല്ലി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി മറിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി അവിയലാട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.